ടീച്ചർ പേര് തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. നമ്മ സീനാണ് സാറേ, നമ്മ സീനാണ്, നമ്മൾ ലൈവ് ഇടും. നമസ്കാരം, 2026 സ്വാഗതം. സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആവാൻ വേണ്ടിട്ട് വരല്ലേ? ഓക്കെ ഫേമസ് ആണ് അതിന്റെ അടുക്ക് ഒന്നും പറ്റില്ല. വേഗം എടുത്ത് അവിടെ ഫേമസ് ആവാൻ വേണ്ടിട്ട് വരല്ലേ എന്ന്. അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസാണ് മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചോ? മുഖം കാണിച്ചോ? ഒന്നും കുഴപ്പമില്ല സാറേ. വേണേ പൈസ വേല വേണമെങ്കിൽ വന്നു. എവിടെ കളിച്ചത് ഇന്ത്യൻ റെയിൽവേനോടാണ് ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഈ മമ്മൂനും ടീമിനും ഉള്ള വടയും ചായയും അവർ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ബാക്കി നോക്കാം. എന്താണ് ചങ്ങാന്റെ പേര്? ടീച്ചർ പേര് തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. നമ്മ സീനാണ് സാറേ, നമ്മ സീനാണ്, നമ്മൾ ലൈവ് ഇടും. തൊപ്പി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ തുടങ്ങി കുറച്ച് എന്റർടൈനിങ് സാധനങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ഭക്ഷണം കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ കളി കളിക്കുന്നതും അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കേസും ഒക്കെ ആയി എങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ വരികയാണ്. ആ ഗ്യാങ് ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയിലൂടെ ഇവന്മാർ ഓരോ വള്ളിയും പിടിച്ചുകൊണ്ട് ചെല്ലും. ഈ സാധനത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമ്മു ഓൺ ഫയർ ഒരു ഈ ലൈവിൽ വന്നിട്ടുള്ള ചാറ്റാണിത്. ഇൻസ്റ്റഗ്രാമിൽ എങ്ങാണ്ട് ലൈവ് ഇട്ടാന്ന് തോന്നുന്നു. ഈ പിള്ളേരൊക്കെ ഈ സാധനങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവും. ഈ ട്രെയിനിലാണെങ്കിൽ ഇതേപോലെ ഫ്ലൈറ്റിൽ നിന്ന് എന്തോ പറഞ്ഞു, കട്ടൻ ചായ ഒക്കെ പറഞ്ഞു, എന്തൊക്കെ പറയുന്ന കേട്ട് അറിയില്ല. ഈ ഇതുപോലെയുള്ള വള്ളി പിടിക്കുന്നതും ഒരു ഇൻസ്പയർഡ് ആയി മാറും പിള്ളേർക്ക്. ചെറിയ ഈ പുറം ലോകത്ത് എന്താ നടക്കുന്നത്, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നൊന്നും അറിയാത്ത പിള്ളേർ, ഈ ഗെയിമും കണ്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ പിള്ളേർ ഈ സാധനങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവും. പുറത്തിറങ്ങിയിട്ട് ഇതുപോലെയുള്ള വള്ളികൾ പിടിക്കും. പ്രത്യേകിച്ച് ട്രെയിനിന്നൊക്കെ ഓരോ വള്ളി പിടിച്ചിട്ട് ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ഇപ്പോഴും കേസും കൂട്ടുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോന്നിൻ്റെ കമൻറ്റ് ബോക്സുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 5-6 വർഷമായിട്ടും കേസ് കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മ സീനായതുകൊണ്ട് തന്നെ നമുക്ക് കേരളം കത്തിക്കും. അവർക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാ കേരളം നിന്ന് കത്തും. പക്ഷെ സ്കൂൾ വിട്ട് വരണം, അതാണ് പ്രശ്നം. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് വീഡിയോ, നമുക്കൊരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് നമ്മളുടെ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വിഡ്ത്തിൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് അവരുടെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പബ്ലിക്കിൽ ഒരാളുടെ ഒരു ഫേസ് കുടുങ്ങി എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ അത് സീനാണ്. അപ്പോഴാണ് ഇവർ ലൈവ് ഇട്ടിട്ട് നമുക്ക് കേരളം കത്തിക്കാണ് സാറേ. പക്ഷെ ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇവൻ അടിക്കാൻ നോക്കി, നമ്മൾ അടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല. മൈനറാണ്, അടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികളെ അടിക്കാൻ നോക്കി, പേടിപ്പിച്ച്. ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നേ. ഇല്ലേ നമ്മളിങ്ങനെ വീഡിയോ കൊണ്ട് ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാറില്ല. നമ്മളെ പ്രൂഫിന് വേണ്ടി നമ്മൾ ലൈവ് എടുത്തില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ റൂൾസ് ഉണ്ട്, റെയിൽവേന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ എടുത്ത് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം ഏത് വക്കീൽ എങ്ങനെ ധൈര്യമായിട്ട് ഈ കോലത്തിൽ വീഡിയോ എടുത്തോളാൻ പറഞ്ഞേ? അപ്പോ നമുക്ക് നമ്മളിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? അല്ല നീ എന്നാ പറ TTR എന്ത് അപരാധിച്ച വർത്താനാടോ നീ പറഞ്ഞേന്ന്? ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവാണ്. ഈ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ വിദ്യാഭ്യാസം ഇല്ല, ഒരു മണ്ണുണ്ണിയാണെന്നൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാം.
ആ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സീൻ ഉണ്ടായ സമയം മുതലേ പല ആളുകൾക്കും ഇവനെക്കുറിച്ച് മനസ്സിലായതാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ ബീജം ഇട്ട് വരുന്ന ഓരോ ക്ലിപ്പുകളും കണ്ടിട്ടാണ് ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ പടച്ചു വിടുന്നത് എന്ന് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സീൻ ഉണ്ടാക്കുന്നത്, ഓരോ സംഭവങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വെകിളിത്തരം വിളിച്ച് പറയുന്നത് മാസാകും. ബീജം ഇട്ട് വൈകുന്നേരം ഇൻസ്റ്റഗ്രാം കത്തിക്കും. പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്, മാസമാണെന്ന് വിചാരിച്ചിട്ട്. വിവരമില്ല, അതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പയ്യൻ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു ഗ്യാങ് അധികം കാലമൊന്നും പോകും തോന്നുന്നില്ല. കാരണം പിടിച്ച വള്ളീൻ്റെ മുകളിൽ പിന്നെയും വള്ളി പിടിക്കുക. ഓൾറെഡി ടിക്കറ്റ് എടുക്കാതെ സ്ലീപ്പറിൽ കയറി, സ്ലീപ്പറിലോ എ സിയിലോ എങ്ങാണ്ട് കയറി ജനറലിലുള്ള ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് അങ്ങനെ മാറ്റിയിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അത് ഓൾറെഡി ടിക്കറ്റ് എടുക്കാതെ കയറിയത് തെറ്റാണ്. പിന്നെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ പോകണം. ആ സമയത്ത് മോശമായിട്ട് സംസാരിക്കുക, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഓൾറെഡി അവർ ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ്. അത് ചിന്തിക്കാനുള്ള ബുദ്ധി ചെറുതായിട്ട് വേണം, ചെറിയൊരു ബുദ്ധി വേണം. ചെറിയ കുട്ടികൾക്ക് വരെ അങ്ങനത്തെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഇത് ഈ സോഷ്യൽ മീഡിയയാണ്, എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ഫാൻസ് നോക്കിക്കോളൂ എൻ്റെ കാര്യം, പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് കത്തിക്കോളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്ന് പടച്ചു വെക്കുകയാണ്. ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മു മാസ്, മമ്മു ഫയർ, മമ്മു ഓൺ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക ചെറിയ പിള്ളേരിലേക്ക്. പിള്ളേർ ഇത് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ പടച്ചു വെക്കും. അത് പിന്നെ അനുഭവിക്കുന്ന അവരുടെ പാരൻസ് ആയിരിക്കും. സാറില്ലേ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എന്തുകൊണ്ടാണ് സാറേ? ഇവനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല. ഇവനോട് ചോദിക്കുന്ന ചോദ്യം ഐ തിങ്ക് ആ സാറിന്റെ ഇവിടെ ഉള്ളത് ക്യാമറയോ സൗണ്ട് റെക്കോർഡിങ് എന്തോ ഒരു സാധനം. ഡ്രഗ്സ് അടിക്കാനുണ്ടോ? ഒരു മൈനറായ വ്യക്തിനെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അടിച്ചത്? സാർ എന്താ ചെയ്യണ്ടേ? 17 വയസ്സിൽ ചങ്ങാനോട് ഡ്രഗ്സ് അടിക്കലുണ്ട്. നീ എന്ത് എന്നെ അടിക്കാൻ വരാ? അടിക്കാൻ വരുമ്പോ ഫോൺ എടുത്തോക്കാ. പ്രൂഫ് അന്നെ അടിക്കാൻ വന്ന സാറേ, അന്നെ അടിക്കാൻ വന്നിട്ട് പ്രൂഫ് ഉണ്ടോ? അന്നെ അടിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കുകയോ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ നീ ഒന്നും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് കട്ട് ചെയ്ത് വന്നിട്ടുള്ള ഈ ക്ലിപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ സംസാരം കേൾക്കുമ്പോൾ, പിള്ളേരുടെ സംസാരം കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷമ ഉണ്ടല്ലോ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ക്ഷമിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ട് പുറത്തുനിന്ന് ഈ ചെറിയ ഇവരുടെ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പിള്ളേരല്ലേ ഈ സാധനങ്ങൾ കാണുന്നത്. ഇവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? മൈനറാണ്, 17 വയസ്സുള്ള വ്യക്തിയാന്ന് പറഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ അടിക്കാൻ പോയി. അപ്പൊ അടിക്കാൻ പോയി നമ്മൾ ഒരു സാറെ പ്രൂഫായിട്ട് വീഡിയോ എടുക്കുന്നു. നീ ആരുടെ വീഡിയോ എടുക്കാൻ, അത് ചെയ്യാൻ നീ ആരാന്ന് ചോദിച്ചു. സാറേ എന്താ നമ്മൾ ചെയ്യേണ്ടതാണ് സാറേ? നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് 100% റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ റീച്ചിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് പറ്റുന്നില്ല. റീച്ചിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഫൈന് കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരെ? അല്ലെങ്കിൽ അവർ ഫൈൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്താൽ മതി. ഇത് വൈകിട്ട് പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ട് BGM വിട്ടിട്ട് കയറ്റുമല്ലോ, അപ്പോൾ കുറച്ച് മാസ സാധനങ്ങൾ അടിച്ചു വെക്കുന്നത് നല്ലതല്ലേ അല്ലേ? അത് വിചാരിച്ചിട്ട് ചെയ്തത് തന്നെയാണ്. ആരോട് കളിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരോട്, പ്രത്യേകിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോടൊന്നും കളിക്കാൻ നിൽക്കരുത്. നമ്മൾ സത്യം പറഞ്ഞ വീഡിയോ എടുത്തു. ഞാൻ അതപ്പം തന്നെ പറഞ്ഞു വീഡിയോ എടുത്ത് വെച്ചാൽ ഇത് മാത്രമേ പ്രൂഫായിട്ട് ഉണ്ടാവും. കേസില്ലേ എവിടെ പോന്ന്? അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനില്? ഈ മമ്മു എന്ന് പറയുന്ന ഈ ചെക്കൻ്റെ ചെവിക്കുറ്റി നോക്കി 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സംഭവം. ഈ പ്രായത്തിൻ്റെ ചോരത്തിളപ്പാണ് ഇതൊക്കെ. ഈ പ്രായത്തിലൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട്. പക്ഷെ എന്നാലും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് മെച്യൂർഡാണ് ഇപ്പോൾ. ഈ പ്രായത്തിലുള്ള ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര മെച്യൂർഡാണ്. ആളുകളോട് സംസാരിക്കുന്ന ഈ രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ
നമുക്ക് ഭയങ്കര അത്ഭുതമാവും. പോണ പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പൊ അടിക്കണ്ടേ അടിക്കണ്ടേ എന്താ ഇപ്പൊ അടിക്കണ്ടേ നേരത്തെ മുക്കിന്റെ മുമ്പിൽ അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണം. ഡ്രഗ്സ് അടിച്ചോ? ഒരു മിനിറ്റ്, സാറിനുണ്ടോ അറിയണം പോലും. സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചോ? എന്താണ് അറിയണ്ടേ? ഓപ്പൺ ടിക്കറ്റ് എടുത്തിട്ട് എന്തിനാ പറഞ്ഞു സാറേ. പിന്നെ പോലീസുകാരെ നമ്മൾ റീലെടുക്കാന്നല്ല എന്റെ സേഫ്റ്റി അന്നെ അടിക്കാൻ പോകുന്നു മൈനറാ അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ പോകുന്നു കേട്ടോ ഡ്യൂട്ടിയിലുള്ള ആളെ അടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ കുടുങ്ങുന്നു. 2 ദിവസം കിടക്കണം, എന്നാൽ ഇതൊക്കെ ഈ പിള്ളേർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കള്ളക്കേസോ അറിഞ്ഞല്ലോ, ഞാൻ ടീച്ചറെ അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കും. ഞാൻ ടീച്ചറെ കള്ളക്കേസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ്, അറിഞ്ഞല്ലോ. ഓളെ വീട്ടിൽ യഥാർത്ഥ സ്വഭാവം കള്ളക്കല്ലേ? സ്റ്റേഷൻ സ്റ്റേഷൻ അല്ല ഇപ്പൊ തനി കൊണ അറിഞ്ഞില്ലേ? കള്ളക്കേസ് കേസ് കൊടുക്കാം. സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പ് തരാം. ഓക്കെ, ലിഫ്റ്റിന് റേഞ്ച് ഉണ്ടെങ്കിൽ വൈദ്യുതി പറഞ്ഞോ താല്പര്യമില്ല. മോൻ കാണിക്കണ്ട. എന്റെ കൊടുക്കാലോ. ആ, നിന്റെ മോൻ വേണേ കാണിച്ചു. ഓക്കെ എന്താ പറഞ്ഞു? ഫ്ലാഷ് അടിക്കുന്നു. ഫ്ലാഷ് എങ്ങനെ അടിക്കാല്? ഫ്ലാഷ് അടിക്കണേ ജാസി, ഫ്ലാഷ് അടിക്കാൻ പറയുന്നു. അല്ല അല്ല, അടുത്ത് സാർ എന്താ ചെയ്യേണ്ടത്? സ്റ്റേഷനിലേക്ക് വരുമോ? നമ്മളെന്താ പ്രൊസീജിയർ? ഞാൻ ടീച്ചർ അടിക്കാൻ വേണ്ടി കേസ് കൊടുക്കും അല്ലേ? അത് എങ്ങനെ കേസ് കൊടുക്കുന്നത്? കള്ളക്കേസ് ആക്കൂലേ? ആരാ കള്ളക്കേസ് ഇടാൻ പോലെ? ഒരു പോലീസുകാരെ പറഞ്ഞിട്ടാണ് നമ്മളിതിൽ കയറിയതും അത് ആ പോലീസുകാരൻ നമ്മോട് പറഞ്ഞു. പിള്ളേർ അങ്ങ് വീടെടുത്ത് കണ്ടന്റ് ആവട്ടെ. നമുക്ക് എന്താ കണ്ടന്റിന് പറഞ്ഞിട്ട് അവരെന്നെ കഥ ഉണ്ടാക്കാം. അവർ പറഞ്ഞ വീഡിയോ അവരെന്നെ കഥ ഉണ്ടാക്കാം. ഇതാരാ പുതിയ സ്റ്റാഫിനെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ നടത്തുന്നത്. ഡ്യൂട്ടി അടിക്കാൻ വരുത്താം, മൈനർ അടിക്കാൻ വരുത്താം. നിങ്ങൾ തന്നെ റീൽ ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കാം. നമുക്കവിടെ പണിയില്ലല്ലോ. മാന്യമായ സാറാണ്, വളരെ സാർ അയാൾ എത്രമാത്രം വൃത്തിക്കാ പെരുമാറുന്ന നോക്കിയേ. അവന്റെ തോളിൽ കൈയൊക്കെ വെച്ചിട്ട് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഇവരടങ്ങുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്യാങ് കുറെ കാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മാറി വരുമായിരിക്കും. ഇവരുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും. നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.